നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. RSS ജനറൽ സെക്രട്ടറിയായി ADGP അജിത് കുമാറിനെ കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കിയത് RSS പ്രചാരകൻ A. ജയകുമാർ എന്നതിന് സ്ഥിരീകരണം. BJP നേതാവ് സന്ദീപ് വാചസ്പതിയുടെ പോസ്റ്റിലാണ് ഈ സ്ഥിരീകരണം ഉള്ളത്. മാധ്യമങ്ങളിലെ തെറ്റ് ചൂണ്ടിക്കാട്ടിയിട്ട പോസ്റ്റാണ് സ്ഥിരീകരണമായി മാറുന്നത്. രാവിലെ മുതൽ ADGPയുടെ RSS നേതാവുമായുള്ള കൂടിക്കാഴ്ചയാണ് മുഖ്യ വാർത്ത. സഹപാഠിക്കൊപ്പമാണ് പോയതെന്ന് ADGP അജിത് കുമാർ മുഖ്യമന്ത്രിയെ അറിയിച്ചെന്നും വാർത്തകൾ എത്തിയിരുന്നു. ഇതിനൊപ്പമാണ് K. ജയകുമാറാണ് ആ പ്രചാരകൻ എന്ന റിപ്പോർട്ട് എത്തിയത്. വിജ്ഞാൻ ഭാരതിയുടെ നേതാവാണ് ജയകുമാർ എന്നും വാർത്തകളിൽ വിശദീകരിച്ചു. എന്നാൽ A. ജയകുമാറിനെയാണ് മാധ്യമങ്ങൾ K. ജയകുമാർ എന്ന് പറയുന്നതെന്നാണ് സന്ദീപിന്റെ പോസ്റ്റ്. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളെ തൃശൂരിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ച ദിവസം ADGP MR അജിത് കുമാർ അവിടെ എത്തിയതിന് സ്ഥിരീകരണമുണ്ട്. ഈ കാര്യം അടുത്ത ദിവസം തന്നെ കേരള പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. സംഭവം വിവാദമായതോടെ മുഖ്യമന്ത്രിയെ ഈ കാര്യം അജിത് കുമാർ രേഖാമൂലം അറിയിച്ചു. സ്വകാര്യ സന്ദർശനമെന്നായിരുന്നു അജിത് കുമാറിന്റെ വിശദീകരണം. RSSന്റെ പോഷക സംഘടനയായ വിജ്ഞാന ഭാരതിയുടെ മലയാളിയായ ദേശീയ ഭാരവാഹിക്കൊപ്പമാണ് 2023 മെയ് 22 ADGP എത്തിയതെന്നും തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. എന്നാൽ ഇവർ ഹോട്ടലിൽ ആരെ കണ്ടെന്ന് കണ്ടെത്താനായിട്ടില്ല. ആറ്റുകാൽ സ്വദേശിയാണ് അജിത് കുമാർ. തൊട്ടടുത്ത് കൈമനത്താണ് വിജ്ഞാൻ ഭാരതിയുടെ മുൻ ദേശീയ ജനറൽ സെക്രട്ടറിയായ ജയകുമാറിന്റെ വീട്. തനിക്കൊപ്പം പഠിച്ച ആളുമായാണ് RSS നേതാവിനെ കണ്ടതെന്നാണ് അജിത് കുമാറിന്റെ വിശദീകരണം. അങ്ങനെയെങ്കിൽ അജിത് കുമാറും ജയകുമാറും ഒരുമിച്ച് പഠിച്ചിരിക്കാൻ സാധ്യത ഏറെയാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP ആയതിനാൽ അജിത് കുമാറിന്റെ വാഹനത്തിന്റെ ലോഗ് ബുക്ക് പരിശോധിച്ചാൽ എവിടെയെല്ലാം പോയെന്നും വ്യക്തമാകും. അതിനാൽ ഔദ്യോഗിക വാഹനം ഒഴിവാക്കി പകരം വിജ്ഞാന ഭാരതി ഭാരവാഹി സ്വയം ഓടിച്ചുവന്ന കാറിലായിരുന്നു യാത്ര എന്ന തരത്തിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തുവന്നത്. ഹോട്ടലിന് മുൻപിലെ ആ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഈ കാര്യം വ്യക്തമാകുമെന്ന് പോലീസ് ഉന്നതർ തന്നെ പറയുന്നു. ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി RSS നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഇതാദ്യം വെളിപ്പെടുത്തിയത്.